നിന്റെ ചേച്ചിക്ക് സ്ഥാനമില്ലാത്ത വീട്ടില് വീണ്ടും നീ എന്തിനാ വലിഞ്ഞു കയറി വന്നേക്കുന്നെ? എന്റെ ചേച്ചിയോട് എന്തിന്റെ കലിപ്പാന്ന് ചോദിച്ചിട്ട് പോവാൻ വേണ്ടി വന്നതാ. ഈ വീട്ടിൽ കഴിയാൻ എന്റെ ചേച്ചിക്ക് യോഗ്യതയില്ലെന്ന് നിങ്ങൾ ആരാ തീരുമാനിക്കാൻ? അതൊക്കെ അവിടെ നിക്കട്ടെ ആന്റി. എന്റെ ചേച്ചിയോടുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണയുണ്ടല്ലോ, അതിന്റെ യഥാർത്ഥ കഥ പറയാൻ വേണ്ടി വന്നതാ ഞാൻ. ചാരു എന്താ ഇങ്ങനെ? ആവശ്യത്തിൽ അവള് വലുതും പറയോ? നിന്റെ ചേച്ചിയെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം പറയണമെന്നോ? എന്താണാവോ അത്? ഈ വീട്ടിൽ നടക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ആദ്യം മോഹാലസ്യപ്പെട്ട് വീഴുന്നത് നിങ്ങളായിരിക്കും. പറയട്ടെ ഞാനത്. ചാരു, നീ മിണ്ടരുത്. അതെന്താ ചേച്ചി? ചേച്ചി ഇവര് ചവിട്ടി തേച്ച് ഒന്നും ഇല്ലാണ്ടാക്കിയിരിക്കുക. നീ ഒന്നും മിണ്ടാതിരിക്കെ. എന്റെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എന്റെ വിധിയാണ്. ഇനി അങ്ങോട്ടും എല്ലാം എന്റെ വിധി പോലെ തന്നെ നടക്കട്ടെ. വിധിക്ക് മുന്നിൽ തല കുനിച്ചു കൊടുക്കല്ലാതെ ചെറുത്ത് നിന്ന് ജയിക്കാനാവില്ല. മതി ചേച്ചി അനീതിയും കൂടി സാഹിത്യം പറഞ്ഞത്. എടി ചാരു, 10 ദിവസം കഴിഞ്ഞാൽ നിന്റെ ചേച്ചിക്ക് ഈ വീട്ടിലെ സ്ഥാനമില്ല. അപ്പൊ ഏത് വകുപ്പിലാ നീ ഇവിടെ കെട്ടിക്കേറി കിടക്കാൻ പോന്നെ? നടക്ക്. വാ 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 വാ. വിട്. എന്താ ചെയ്തേ വേട്ടത്? വഴി നിന്ന് മാറിപ്പോയേ. വേലിയെ കിടക്കേണ്ട ചേരയും പാമ്പും മട്ടയും എല്ലാം കൂടി വീട്ടിനകത്തേക്ക് കയറി വരുന്ന കണ്ടില്ലേ? പ്രിയമതേ, മേഘനയെ ഞാൻ എന്റെ മകളായി സ്വീകരിച്ചപ്പോൾ തൊട്ട് അവളുടെ അനിയത്തി ചാരു എന്റെ മകള് തന്നെയാ. എന്റെ മൂത്ത മകളോടൊപ്പം ഈ വീട്ടിൽ അവൾക്ക് നിൽക്കാനുള്ള അവകാശമുണ്ട്. ഈ 10 ദിവസം മേഘനയ്ക്ക് കൂട്ടായി ഇവിടെ കഴിയാൻ ഞാൻ തന്നെയാണ് അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. വിവേക് അവളെ കാറി കൂട്ടിക്കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. ഈ 10 ദിവസങ്ങൾ കഴിയുന്നതുവരെ മേഘനയും ചാരു ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ചേച്ചി, ചേച്ചി അതുവല്ല കാണുന്നുണ്ടോ? ജയദേവേട്ടൻ ഇത് എന്ത് ഭാവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. പറമ്പി കിടക്കേണ്ട ചേരയും പുഴും മട്ടയൊക്കെ വീട്ടിൽ വലിഞ്ഞു കയറി വരുന്ന കണ്ടില്ലേ? നമ്മുടെ ദേഹത്ത് എഴിഞ്ഞു കയറി അത് നമ്മളെ തന്നെ കൊന്നു കളയും ചേച്ചി. ആ പുഴുക്കൾക്ക് സപ്പോർട്ടായിട്ട് ജയദേവേട്ടനും കൂടെ നിൽക്കുന്നത് കണ്ടു ചേച്ചി. ഒരു കാര്യം പ്രിയമതെ, മുറിവേറ്റിരിക്കുന്നത് അവർക്കാണ്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ആ മുറിവിന് കാരണമായത് നമ്മുടെ കുടുംബവും. അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ കാര്യങ്ങൾ കണ്ടൊന്നും കണ്ടില്ലാന്ന് നടിച്ചു പോകുന്നതാ നല്ലത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇനി ഇത് എത്ര നാളത്തേക്കാം? ജസ്റ്റ് 10 days. അത് കഴിഞ്ഞാലോ പിന്നെ ഈ ജന്മം നമ്മളവരെ കാണാനും അറിയാനും പോകുന്നില്ല. അതുകൊണ്ടൊരു 10 ദിവസം നീ അവരെ സഹിക്കാൻ നോക്ക്. അതിനു മുൻപ് ഇങ്ങനെ വെറുതെ വഴക്കും വക്കാനും ഉണ്ടാക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ജയേട്ടൻ പറഞ്ഞതുപോലെ 10 ദിവസത്തിനുള്ളിൽ അവളുടെ വിവാഹം നടന്നിരിക്കണം. അതോടുകൂടി നിങ്ങൾക്ക് അവളോടുള്ള ബാധ്യത തീർന്നിരിക്കണം. പിന്നീട് ഒരിക്കലും നന്ദൻ ഫാമിലിയിലേക്ക് മേഘന ഇടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ല. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മേഘന മോളെ, നീ ചാരുവിന്റെ അകത്തേക്ക് വിളിച്ചോണ്ട് പോ. ചാരു വാ. എന്താ ചേച്ചി ഇവിടെ നടക്കുന്നത്? ഇത് എന്തൊരു കുടുംബമാണ് ചേച്ചി? ചേച്ചി എപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം സ്വന്തം തലയിൽ ചുമക്കാൻ നടക്കുക. പക്ഷെ
ഇവിടെയുള്ള മനുഷ്യരെല്ലാരും കൂടി ചേച്ചിയുടെ തലേ കയറി നിരങ്ങാൻ നോക്കുകയല്ലേ? ഒടുവിൽ ദേ ചേച്ചിക്ക് ഈ വീട്ടിലൊരു ജീവിതമില്ല. ചേച്ചിയുടെ ഭാവി എന്താണെന്നുള്ളതൊരു ചോദ്യചിഹ്നമാ. എന്തിനാ ചേച്ചിയോട് ഇങ്ങനെ പെരുമാറുന്നെന്ന് ചേച്ചിക്ക് ചോദിക്കാനും തോന്നില്ലേ? ചാരു, ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടുമെന്നാണോ നീ പ്രതീക്ഷിക്കുന്നത്? ഈ വീട്ടിൽ നിന്ന് എന്റെ ചോദ്യങ്ങൾക്കൊന്നും ഒരിക്കലും മറുപടി കിട്ടാൻ പോകുന്നില്ല മോളെ. ഉത്തരങ്ങൾ തെളിഞ്ഞു വരണമെങ്കിൽ അതിന് അതിൻ്റെതായ സമയമെടുക്കും. സാവകാശം നിന്നെ എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. എന്താ മേഘന നിന്റെ ഉദ്ദേശം? ഇപ്പോഴും നീ ഈ വീട്ടിലെ മരുമോളാന്നാണ് വിചാരം? ഏതധികാരത്തിന്റെ പേരിൽ ഇപ്പോഴും നീ പൂജയും ചെയ്തുകൊണ്ട് നടക്കുന്നേ? ഭഗവാനെ പൂജിക്കാനും ആരാധിക്കാനും അധികാരം വേണമെന്നില്ല മഞ്ജരി. ഭഗവാനോടുള്ള ഭക്തി മാത്രം മതി. എന്താ ബുദ്ധിപരമായ ഉത്തരം നൽകിയെന്നാണോ കരുതുന്നേ? നീ ബുദ്ധിയില്ലാത്ത രീതിയിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞതേ ഉള്ളൂ. മേഘനെ, നിനക്ക് ഈ കുടുംബമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിച്ചിരിക്കുക. 3-4 ദിവസം കഴിഞ്ഞ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടവളാ നീ. അതിനിടയ്ക്ക് ഇവിടുത്തെ പൂജാമുറി കയറി പൂജ ചെയ്യാനൊക്കെ ആരാ നിന്നോട് ഈ പറഞ്ഞത്? അതാണ് കാര്യമെങ്കിൽ മിഥുനേട്ടന്റെ അച്ഛൻ എന്നെ ഇവിടുത്തെ സ്വന്തം മകളായിട്ട് സ്വീകരിച്ചിരിക്കുക. ആ അധികാരത്തിൽ തന്നെ ഞാനിപ്പോ പൂജ ചെയ്തോണ്ടിരിക്കുന്ന. പക്ഷേ നീ ഏത് വകുപ്പിലാ മഞ്ജരി ഈ വീടും ഭരിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നേ? യഥാർത്ഥത്തിൽ ഈ വീട്ടിൽ കഴിയാൻ തീരെ അവകാശമില്ലാത്തത് നിനക്കാണ്. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ഞാൻ ഈ വീട്ടിൽ കഴിയണമെങ്കിൽ നിന്റെ പെർമിഷൻ വാങ്ങിക്കണോ? അതോ നിന്റെ ഭരണത്തിന്റെ കീഴിൽ ഞാൻ ഒരു അടിമയായി കഴിയണമെന്നാണോ പറഞ്ഞു വരുന്നേ? മഞ്ജരി, എന്താ നീ ഈ കാണിക്കണേ? എന്തിനാ അവളുടെ മെക്കെട്ടുകാരൻ ചെല്ലുന്നേ? എന്നത്തെയും പോലെ ഇവള് ഇപ്പോഴും കാലത്ത് എഴുന്നേറ്റ് പൂജ തുടങ്ങിയിരിക്കുക അച്ഛമ്മേ. വേണ്ടെന്ന് പറയാ അച്ഛമ്മേ. ഈ മേഘനയുടെ കഥയൊക്കെ പഴങ്കഥയായി. ഇനി ഇവളുടെ ഭരണി ഈ വീട്ടിൽ വേണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. മഞ്ജരി, ഭഗവാനെയാണ് അവള് പൂജിക്കുന്നത്. അവകാശവും അധികാരമൊക്കെ അന്വേഷിക്കുന്നതിന് മുൻപ് ഇത് ദൈവകാര്യാണെന്ന് ഓർക്കണം. പൂജയും വഴിപാടൊക്കെ ആർക്ക് വേണേലും ചെയ്യാവുന്നതാ. അതിന്റെ പേരിൽ ആരെയും അവഹേളിക്കാൻ നിൽക്കണ്ട. സത്യം പറഞ്ഞ ദൈവികതയും ഭക്തിയും ഒക്കെ മേഘനയെ കണ്ട് നീയും കൂടി പഠിക്കണമെന്ന് എന്റെ അഭിപ്രായം. നാളെ നീ ഈ വീട്ടിലെ മരുമകളാവുമ്പോ മേഘനയുടെ സ്ഥാനത്ത് നീയും ഇതൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. മോളെ മേഘനെ, നാളെ നീ ഇവിടുന്ന് പോകുമ്പോ ഇവിടുത്തെ പൂജാമുറിയും കൂടാണ് അനാഥമാകുന്നത്. ഭഗവാനെ സ്മരിക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല. നിന്നോടൊപ്പം ആ ഐശ്വര്യവും ഇവിടുന്ന് ഇറങ്ങിപ്പോകും. ഒന്നുമില്ലെങ്കിലും നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ആ മുറിയിൽ വിളക്ക് കത്തിക്കാൻ മറക്കരുത് മോളെ. അങ്ങനെയെങ്കിലും ഈ വീടിന് ഒരല്പം ദൈവാനുഗ്രഹം കിട്ടട്ടെ. നോക്കി നിൽക്കണ്ട, എല്ലാവർക്കും ആരതി കാണിച്ചു കൊടുക്ക്. ഇവരുടെയൊക്കെ മനസ്സൊന്ന് തണുക്കട്ടെ മോളെ. മഞ്ജരി, എന്ത് പണിയാ നീ കാണിച്ചത്? ഞാനൊന്നും ചെയ്തില്ല ആന്റി. എങ്ങനെയോ കൈ പൊള്ളിപ്പോയി. ചിത്തശുദ്ധിയോടുകൂടി
ദൈവത്തെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. മറിച്ച് മലിനപ്പെട്ട മനസ്സോടുകൂടി ദൈവത്തോട് കളിക്കാൻ ചെന്നെന്ന് വെക്ക്. ആ മാലിന്യങ്ങളെ കരിച്ചു കളയാൻ ദൈവം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തരും. സാരമില്ല, പോട്ടെ മഞ്ജരി. നിന്റെ മനസ്സിലുണ്ടായിരുന്ന മാലിന്യങ്ങളെല്ലാം ഈ ആരതിയോട് കൂടി കരിഞ്ഞു പോയിരിക്കുന്നു. പൂജ കഴിഞ്ഞതാണെങ്കിൽ മോള് ചെന്ന് റെഡിയായി വാ. എന്തിനാ അച്ഛൻ റെഡിയാവുന്നേ? നിന്നെ കാണാൻ വേണ്ടി ചെറുക്കൻ കൂട്ടരൊക്കെ ഇന്ന് വരുന്നുണ്ട്. ചെറുക്കം കൂട്ടരോ? അതെ മേഘനെ, നമുക്കാണെങ്കിൽ ഇനി വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. കൂടിപ്പോയാ വെറും 10 ദിവസം. കല്യാണ ചെറുക്കം വരണം, നിന്നെ കാണണം, നിനക്ക് അവനെ ഇഷ്ടപ്പെടണം. അതിനുശേഷം അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കണം. ഇത്രയും സംഭവങ്ങളുണ്ട്. ഇതിനൊക്കെ 10 ദിവസം മതിയാവോ? ഇനി അങ്ങോട്ട് ചാടി ചാടി നിൽക്കണം. എന്നാലും എനിക്കിതെന്തോ. മോളെ, ഇത്രയും നീണ്ടൊരു ലിസ്റ്റ് ഞാൻ നിനക്ക് തന്നിട്ടും നീ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിന്നാ എങ്ങനെയാ മോളെ? നീ പെട്ടെന്ന് എന്ന് റെഡിയായിട്ട് വാ. ചെല്ലു മോളെ, പെട്ടെന്ന് വേണം, അവരിങ്ങ് എത്താറായി. നോക്കി നിൽക്കാതെ പെട്ടെന്ന് ചെല്ല്. ഗോ ഗോ. മോളെ ചാരു, ചെക്കനും കൂട്ടരും ഇപ്പൊ ഇങ്ങെത്തും. അവരെ സൽക്കരിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെക്ക്. എന്റെ ഭഗവാനെ, എന്തൊരു പരീക്ഷണമായത്. ഈ വീട്ടിലെ മഹാലക്ഷ്മി മറ്റൊരു വീട്ടിലെ മരുമകളായി പോകുന്നെന്നോ? മിഥുനും മേഘനയും ഒരുമിച്ച് സന്തോഷമായിട്ട് കഴിയുന്ന കാണാൻ എനിക്കിഷ്ടം. അതിനിടെ മേഘനയ്ക്ക് എന്തിനാ ഇങ്ങനൊരു ഗതി? ഇപ്പൊ ജയദേവനാണെങ്കിൽ അവളെ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിടാൻ പോകുന്നു. എനിക്കിതൊന്നും ദഹിക്കുന്നില്ലേ. എന്തൊക്കെയാ വിവേകേട്ട ഇവിടെ നടക്കുന്നത്? മേഘനേട്ടത്തേക്ക് കല്യാണാലോചനയോ? വില്ലിച്ചൻ ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യം ദേഷ്യം കൊണ്ട് പറയാന്ന് കരുതിയേ, പക്ഷെ ഇതിപ്പോ വില്ലിച്ചൻ സീരിയസ് ആയിട്ട് തന്നെയാണല്ലോ. വില്ലിച്ചൻ കല്യാണ ചെറുക്കനെ വരെ കണ്ടെത്തിയില്ലേ? എനിക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല സഞ്ജനെ. ഏട്ടന്റെയും ഏട്ടത്തിയുടെയും ഡിവോഴ്സ് കഴിഞ്ഞ് വിഷമം ഇതുവരെ മാറിയിട്ടില്ല. അതിനിടയ്ക്ക് ഏട്ടത്തിയമ്മയ്ക്ക് മറ്റൊരു വിവാഹം, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ഇങ്ങനെ വളരെയധികം തിടുക്കപ്പെട്ട് ഏട്ടത്തിക്ക് ഒരു കല്യാണം ആലോചിച്ച് വല്യച്ഛൻ എന്തായി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്തൊരു കഷ്ടല്ലേ. അങ്കിൾ ഇങ്ങനെ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത് മിഥുനേട്ടനോടുള്ള ദേഷ്യം കൊണ്ടെങ്ങാനും ആയിരിക്കോ? എന്റെ മനസ്സിൽ അങ്ങനെയാ തോന്നുന്നത്. അച്ഛൻ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ, ചേച്ചി എന്തിനാ അതിനെ കൂട്ടു നിൽക്കുന്നേ? മറ്റൊരു കല്യാണത്തിന് ചേച്ചിയും തയ്യാറാണെന്ന് തന്നെയാണോ അർത്ഥം? നമ്മൾ ഇതിങ്ങനെ വിടാൻ പാടില്ല ചാരു. വല്യച്ഛൻ ഏട്ടത്തിയുടെ കല്യാണം നടത്തി അടങ്ങുന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ചെറുക്കനെയും കൂട്ടുകാരെയും വിളിച്ചു വരുത്തണോ? ഇത് മുടക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വല്യച്ഛൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ഭയങ്കര പാടാ.